നമസ്കാരം. ഇന്ന് ട്രാവൽ വ്ലോഗർമാരുടെ കാലമാണ്. പല പല യാത്രകൾ വ്യത്യസ്തമായ രീതിയിൽ നടത്താൻ താല്പര്യമുള്ളവരാണ് മനുഷ്യർ, അല്ലേ? എന്നാൽ ലോകത്ത് പലപ്പോഴും മനുഷ്യരെക്കാളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് കഴിയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ മൊത്തം ചുറ്റളവ് 40,75,017 കിലോമീറ്ററുകളാണ്. ഇതിൽ 13,046 കിലോമീറ്റർ സഞ്ചരിച്ച് മനുഷ്യനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഹംബാക്ക് തിമിംഗലം. വിശേഷങ്ങൾ ഏറെയുള്ള തിമിംഗലമാണ് ഹംബാക്ക് തിമിംഗലങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തിമിംഗല വിഭാഗം. വലിയ തിമിംഗലങ്ങളിൽ ഏറ്റവും സജീവം. പക്ഷേ പുതിയ കണ്ടെത്തൽ ശാസ്ത്രജ്ഞന്മാരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൂനൻ തിമിംഗലം എന്നും അറിയപ്പെടുന്ന ഈ വേനൽക്കാലത്ത് ഭക്ഷണം തേടി ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുമെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ആൺ ഹാംബാക്ക് തിമിംഗലം എല്ലാ കുടിയേറ്റ കണക്കുകളെയും തിരുത്തി എഴുതിയിരിക്കുന്നു. ഏറ്റവും പുതിയ റെക്കോർഡ് അനുസരിച്ച് ആൺ ഹാംബാക്ക് തിമിംഗലം സഞ്ചരിച്ചത് 13,046 കിലോമീറ്റർ ദൂരം. അതും തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് നിന്നും കിഴക്കൻ ആഫ്രിക്കൻ തീരം വരെ. 2017 പസഫിക് സമുദ്ര തീരമായ കൊളംബിയയിലാണ് ആദ്യം ഈ തിമിംഗലത്തെ കണ്ടെത്തിയത്. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം കിഴക്കൻ ആഫ്രിക്കൻ തീരമായ സാൻസിബാറിലും കണ്ടെത്തി. രണ്ട് തീരങ്ങൾക്കും ഇടയിലെ ദൂരം 13,046 കിലോമീറ്റർ. മറൈൻ ബയോളജിസ്റ്റായ റെഡ് ചീസ്മാൻ സ്ഥാപിച്ച ഹാപ്പി വെയിൻ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെയാണ് ഗവേഷകർ തിമിംഗലത്തിന്റെ ഈ ദീർഘദൂര യാത്രയെക്കുറിച്ച് പഠിച്ചത്. പസഫിക് സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെയും ദൈർഘ്യമേറിയതുമായ റെക്കോർഡാണിതെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം സമുദ്രപ്രവാഹങ്ങളെ സ്വാധീനിച്ചത് മൂലമാകാം കൂനൻ തിമിംഗലം ഇത്രയേറെ ദൂരം സഞ്ചരിച്ചതെന്ന് ഗവേഷകരും കണക്കുകൂട്ടുന്നു. അതല്ലെങ്കിൽ ഭക്ഷണം തേടിയോ പുതിയ ഇണയെ തേടിയോ ആകാം ഈ ദീർഘദൂര സഞ്ചാരം. എന്നാൽ നിലവിൽ തിമിംഗലം എവിടെയാണെന്ന് വ്യക്തമല്ലെന്നും അവനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. 1,09,000 തിമിംഗങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കുന്ന ബൃഹത്തായ നെറ്റ്വർക്കുള്ള സംഘടനയാണ് ഹാപ്പി വെയിൻ പ്ലാറ്റ്ഫോം. എന്തായാലും ഈ പുതിയ അറിവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.